Hi friends, welcome to our channel. ഇന്ന് നമുക്കൊരു റാഗ്ലൻ ടോപ്പാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു എക്കോബ ക്ലോത്തിലാണ് ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് ഏത് ക്ലോത്തിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമുക്ക് ന്യൂസ് പേപ്പറിനകത്ത് കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. കാരണം നമുക്കൊരു പാറ്റേൺ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നമുക്ക് ക്ലോത്തിൽ ഡയറക്റ്റായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് വേസ്റ്റ് വരും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു പേപ്പർ കട്ടിങ് ചെയ്തിട്ട് അത് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്ലീവും ടോപ്പൊക്കെ ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ അതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി നമ്മൾ എങ്ങനെയാണോ ഒരു മെഷർമെൻ്റ് എടുക്കുന്നത് ആ കാര്യങ്ങളൊക്കെ പേപ്പറിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്ക്, ഷോൾഡർ, ആം ഹോള്, ചെസ്റ്റ് ഇതുവരെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളുടെ നെക്ക് ലെങ്ത്തിൻ്റെ ഇവിടുന്ന് താഴത്തോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മളുടെ ആം ഹോളിലേക്ക് ഡയറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു സ്ലാൻഡിങ് ലൈന് വരച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ എങ്ങനെയാണോ ഒരു ടോപ്പ് ഇതാക്കുന്നത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ സ്ലീവാണ്. ഈ സ്ലീവ് എന്ന് പറയുന്നത് നമുക്കൊരു പാറ്റേൺ വെച്ചിട്ടാണ് നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് ഒരു പേപ്പർ കട്ടിംഗ് ആണ് വളരെ ആപ്റ്റായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേസ്റ്റേജൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജോയിൻസ് ഒന്നുമില്ല. അതായത് നമ്മളുടെ ഷോൾഡർ ജോയിൻസ് ഉണ്ടാവില്ല. ഷോൾഡർ ഓൺ ഫോൾഡിൽ തന്നെയാണ് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് എത്രയാണോ ഷോൾഡർ വേണ്ടത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനേക്കാൾ ഒരു 1/4 ഇഞ്ച് കൂട്ടിയെടുത്താൽ മതി. കാരണം നമ്മൾ ഒരു 1/4 ഇഞ്ച് നമുക്ക് ഇതൊന്ന് മൈനസായി പോകും. അതുകൊണ്ട് നമ്മൾ ഒരു 1/4 ഇഞ്ച് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനേക്കാളും ഒരു 1/4 ഇഞ്ച് കൂട്ടിയെടുത്താൽ മതി. പിന്നെ നമുക്ക് നോക്കേണ്ടത് നമ്മൾ ഇതിനൊരു അതായത് സ്ലീവിനൊരു കട്ടിങ്ങോ ഒന്നും അതായത് കർവ് കട്ടിങ്ങോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് ഈ ഷോൾഡർ വിത്ത് സ്ലീവാണ് നമുക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഷോൾഡർ എത്രയാണോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ലീവ് ലെങ്ത്ത് എത്രയാണോ നമുക്ക് വേണ്ടത് അത് മാർക്ക് ചെയ്യണം. അപ്പോൾ എനിക്കിപ്പോൾ ഇതിനകത്ത് കിട്ടുന്ന ഒരു 7 ഇഞ്ച് 7.5 ഇഞ്ചേ കിട്ടുന്നുള്ളൂ. ബാക്കി നമുക്ക് തുണിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് 3 വേണം. 3 കഴിഞ്ഞിട്ട് 7 ഇപ്പോൾ ഇതിനകത്ത് കിട്ടുന്നത്. ആ 7 നമുക്ക് എടുക്കാം. നമുക്ക് ഫുൾ ലെങ്ത്ത് വേണമെങ്കിൽ ഫുൾ ലെങ്ത്ത് എടുക്കുക. അല്ലെങ്കിൽ ഷോർട്ട് സ്ലീവാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ അങ്ങനെ എടുക്കുക. ഹാഫ് സ്ലീവ് ആണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ എനിക്ക് ഒരു 3/4 സ്ലീവാണ്, സ്ലീവ് ലെങ്ത്താണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് എനിക്ക് വേണ്ട ലെങ്ത്ത് അതിനകത്ത് കിട്ടില്ല. അപ്പോൾ ഞാൻ ക്ലോത്തിനകത്ത് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ സ്ലീവ്, ഇതാണ് നമ്മളുടെ ടോപ്പ്. നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മളെ ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടോപ്പിൻ്റെ പാറ്റേൺ വെച്ച് കൊടുത്തിട്ട് ഔട്ട്ലൈൻ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ടോപ്പ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മളുടെ സ്ലീവാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നെറ്റാണ്, ബ്ലാക്ക് നെറ്റാണ്. നമുക്ക് ഈ ഒരു പാറ്റേൺ വയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു മോൾ ഭാഗം നമുക്ക് 2 മടക്കിലേ ഉണ്ടാവാൻ പാടുള്ളൂ. കാരണം ഈ ഒരു സ്ലീവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജോയിനിങ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കണ്ടോ ഇവിടെ ഓൺ ഫോൾഡിലായിരിക്കണം.
നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതായത് ടോപ്പിലേക്ക് നമ്മളുടെ ഈ ഒരു പാറ്റേൺ, അതായത് ഈ ഒരു സ്ലീവ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല വശം ചേർത്തിട്ട് വേണം ജോയിൻ ചെയ്യാൻ. കണ്ടോ, ഈ ഒരു സ്ലാൻഡിങ് ലൈനുകളില്ലേ, ഇത് രണ്ടുമാണ് നമ്മൾ ഒരുമിച്ച് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ചീത്ത വശത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഇതേമാതിരി എല്ലാ സൈഡും നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാ സ്ലീവ്സും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ സ്ലീവിൻ്റെയും നല്ല വശം, അതായത് ടോപ്പിൻ്റെ നല്ല വശം പ്ലേസ് ചെയ്തിട്ട് വേണം ജോയിൻ ചെയ്യാൻ. കണ്ടോ, ഈ ഒരു സ്ലാൻഡിങ് ഏരിയ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് കുറച്ച് ക്രോസ് പീസസ് വേണം നമ്മുടെ കഴുത്തിന് നമുക്ക് പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കുക, ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ടോപ്പിൻ്റെ നല്ല വശത്ത് നമ്മൾ ഈ ഒരു ജോയിനിങ് വരുന്ന പോർഷനിൽ നമ്മളുടെ പൈപ്പിങ്ങിൻ്റെ ജോയിൻ ചെയ്ത ഏരിയ, ഞാൻ സ്റ്റിച്ച് ചെയ്ത ഏരിയ ആണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. സ്റ്റോപ്പ് ചെയ്യാണ്. ഈ സ്റ്റോപ്പ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഈ പീസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക, ഒരു ടോപ്പ് സ്റ്റിച്ച് ഇടുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണം. എന്നാലേ നമുക്ക് ബാക്കിലേക്ക് നമ്മൾ മറച്ചു കൊടുക്കുമ്പോൾ നല്ല പ്രോപ്പറായിട്ട് നിൽക്കുകയുള്ളൂ. എപ്പോഴും നമ്മൾ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതൊന്ന് ബാക്കിലേക്ക് മറിച്ചിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് നെക്ക് വരുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, നെക്ക് വിത്തൗട്ട് ഓപ്പണിംഗ് ആണ് നമ്മൾ ഈ ഒരു ടോപ്പ്, അതായത് ബാക്ക് ഓപ്പണോ ഒന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെയാണ് പൈപ്പിംഗ് കൊടുത്തിട്ടുള്ളത്. നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് നമ്മളുടെ സ്ലീവിന് ഒരു ഫ്രില്ലിട്ട് കൊടുക്കുക. അപ്പം ഞാനൊരു 2 ഇഞ്ച്, ഞാനിവിടെ ഒരു 2 ഇഞ്ച് വിഡ്ത്തിലുള്ളൊരു ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ
ഫ്രില്ല് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. അങ്ങനെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റിച്ച്, അതായത് നമ്മളുടെ സ്റ്റിച്ചിൻ്റെ സൈസ് കൂട്ടിയിട്ട് ഒന്ന് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രില്ല് ഇവിടെ റെഡിയാണ്. കണ്ടോ, വളരെ സിമ്പിളാണ് ഫ്രില്ല് ഉണ്ടാക്കുക. ഇനി ഞാനിതിൻ്റെ സ്ലീവിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഫ്രില്ലിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശം കൂടി പ്ലേസ് ചെയ്തിട്ട് ഫ്രില്ലിൻ്റെ ചീത്ത വശത്ത് നിന്ന് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കണ്ടോ, ഇങ്ങനെ വയ്ക്കുക, സ്റ്റിച്ച് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മളുടെ മറ്റേ സൈഡിലെ സ്ലീവും നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. ഇനി നമ്മൾ ടോപ്പിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും മാർക്ക് ചെയ്യുക. നമ്മൾ മറ്റുള്ള ടോപ്പിൽ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കണം. നമ്മുടെ സ്ലീവ് വിഡ്ത്ത് എത്രയാണോ വേണ്ടത് ആ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സ്ലീവിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ ടോപ്പിൻ്റെ ബോട്ടത്തിനകത്ത് ഞാനൊരു ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഞാനൊരു 3 ഇഞ്ച് വീതിയിലാണ് ഫ്രില്ലിന് വേണ്ട വിഡ്ത്ത് എടുക്കുന്നത്. ക്ലോത്തിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്ലീവിൻ്റെ ഫ്രില്ലിട്ട് കൊടുത്ത് അതേമാതിരി തന്നെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് നമ്മളുടെ ടോപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് കുട്ടി കുട്ടി ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനൊരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എങ്കിലേ ആ ഫ്രില്ല് നല്ല ഭംഗിക്ക് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സിമ്പിളായിട്ടുള്ള റാഗ്ലൻ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പോൾ നമ്മളുടെ സിമ്പിളായിട്ടുള്ള റാഗ്ലൻ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.